നമസ്കാരം. UDFിന്റെ സാധ്യതകൾ മങ്ങുന്നു. മൂന്നാമതും പിണറായി തന്നെ കേരളം ഭരിക്കും. ഇങ്ങനെ പറയാൻ കാരണമെന്ത് എന്ന് ചോദിച്ച് ചിലപ്പോൾ UDFിൻ്റെയോ കോൺഗ്രസിനോട് അനുഭാവമുള്ളവരോ അല്ലെങ്കിൽ പിണറായി ഭരണത്തിൽ വേവലാതി പൂണ്ടിരിക്കുന്നവരോ ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത ഒരു മേൽക്കൈ നിലനിർത്തുവാൻ UDFിനാകുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടത് ചെയ്യാൻ കഴിയുന്നില്ല? ആ മേൽക്കൈ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്തുകൊണ്ട് UDFിനാകുന്നില്ല എന്നൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് UDF ആണ്, കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ അതിന്റെ ഘടകകക്ഷികളാണ്. പക്ഷേ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് UDFിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് UDFിനകത്ത് തന്നെ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. UDFിന് പരസ്പരം നേതാക്കൾ തമ്മിൽ പോലും വിശ്വാസമില്ലാതാകുന്നു. നേതാക്കളെ തന്നെ അപമാനിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. പല മുതിർന്ന നേതാക്കളും പരസ്പരം അപമാനിതരായിത്തീരുന്നു. ഇതൊക്കെ ആ പാർട്ടിയോടുള്ള കൂറ് ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങളായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസങ്ങൾ മാത്രം അവശേഷിക്കെ രാഷ്ട്രീയമായി നിലപാട് അറിയിക്കേണ്ട മുന്നണികൾ സാമുദായിക ധ്രുവീകരണ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള സൂചനകൾ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും ചിന്തിക്കും, എന്തായിരിക്കും ഇനി ഇവിടെ സംഭവിക്കാൻ പോവുക എന്നുള്ളത്. അതായത് ഈ രാഷ്ട്രീയ ധ്രുവീകരണം എന്ന് പറയപ്പെടുന്നത് സമുദായങ്ങൾ തമ്മിൽ ചേർന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനത്തിന്റെ കീഴിൽ UDF തകർന്നു പോകുമെന്നല്ല. ഹിന്ദുത്വ രാഷ്ട്രീയം പ്രധാന മുദ്രാവാക്യമായി സ്വീകരിച്ച BJPക്ക് പുറമെ ഇടത് വലത് മുന്നണികളെ ചുറ്റിപ്പറ്റിയും സാമുദായിക സമവാക്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റവുമാണ് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായിട്ട് ഇപ്പോൾ കേരളത്തിൽ മാറിയത്. അതായത് എക്കാലത്തും സംസ്ഥാന രാഷ്ട്രീയമായി പോരിനിറങ്ങുന്ന മുന്നണികൾ ഇക്കുറി പോരിന്റെ ആദ്യ ഭാഗത്ത് സാമുദായിക നേതൃത്വങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള സന്ദേശം അതാണ് പുറത്തു വരുന്നത്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ CPM സാമുദായിക നേതൃത്വങ്ങളുമായിട്ട് ചേർന്ന് മറ്റു 2 മുന്നണികളെയും തറപറ്റിക്കുവാൻ നോക്കുന്നു എന്ന വാദമാണ് കൂടുതൽ ശക്തിപ്പെടുന്നത് എന്നുള്ളതാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റാണ്. കാരണം നിലവിൽ ഈ NSS SNDP സഖ്യത്തിന് പിന്നിലും അവരുടെ നേതൃത്വങ്ങൾ നടത്തിയ പത്രസമ്മേളനങ്ങൾക്ക് പിന്നിലും ഒക്കെ CPMന്റെ അടവ് നയ സമീപനമുണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. മുസ്ലിം ലീഗിനെതിരെയും മലപ്പുറത്തിനെതിരെയും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളിൽ നിന്നാണ് സാമുദായിക നേതൃത്വങ്ങൾ സജീവമായിട്ടുള്ളത്. വെള്ളാപ്പള്ളിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വരുന്നു. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും CPMും കളം നിറഞ്ഞാടുന്നു. തുടർന്ന് തന്നെ വിമർശിച്ച സതീശനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളുമായിട്ട് SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരുന്നു. അപ്പോൾ ഇതിന് പിന്നാലെ NSS നേതൃത്വവും അത് ഏറ്റുപാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. 2 സാമുദായിക സംഘടനകൾ ഒന്നിച്ച് നീങ്ങുവാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു. എന്നാൽ വെള്ളാപ്പള്ളി ലീഗ് നേതൃത്വത്തെ കടന്നാക്രമിക്കുമ്പോഴും സുകുമാരൻ നായർ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, BJPക്കെതിരെയും വെടിയുതിർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതോടെ ഈ സംസ്ഥാനത്തെ പ്രബല സാമുദായിക സംഘടനകൾക്ക് പിന്നിൽ CPM ഉണ്ട് എന്ന വാദശക്തി അല്ലെങ്കിൽ ഒരു വാദഗതി ശക്തമാകുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ പോരാട്ടം നടക്കേണ്ട സംസ്ഥാനത്ത് അതിനെ വഴിതിരിച്ചു വിട്ട് CPM ആണ് എന്നുള്ള ആക്ഷേപം UDF ഉന്നയിക്കുന്നുമുണ്ട്. നിലവിൽ രൂപപ്പെട്ട് SNDP NSS ഐക്യം തങ്ങൾക്ക് ഗുണകരമാകുമെന്നുള്ള വാദമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ശേഷം മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവനയും മുസ്ലിം സംഘടനകളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്തടക്കം ജയിക്കുന്നവരുടെ പേര് നോക്കിയാൽ മതി എന്ന മന്ത്രിയുടെ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെതിരെ CPMലും കടുത്ത വികാരം അല്ലെങ്കിൽ വിരോധം അത് രൂപപ്പെട്ടിട്ടുണ്ട്. നിലവിൽ രൂപപ്പെട്ടിട്ടുള്ള സാമുദായിക ധ്രുവീകരണം തങ്ങൾക്ക് അനുകൂലമാക്കുവാനും എല്ലാ മുന്നണികളിലും ആലോചനകൾ നടക്കുകയാണ്. അത് തന്നെയാണ് CPMന് നടത്തുന്നത്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് ജനം എത്തുകയാണ് എന്നുണ്ടെങ്കിൽ 3ാം വട്ടവും LDF അധികാരത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം UDFിനകത്തെ പടലപ്പിണക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയാമല്ലോ. ഈ സാമുദായിക സംഘടനകൾ ഒന്നിക്കുമ്പോൾ മതേതരത്വ മുഖമാണ് ഞങ്ങൾക്ക് എന്ന് പറയപ്പെടുന്ന VD സതീശനെ സഹായിക്കുവാനോ VD സതീശന്റെ വാദഗതികളോട് യോജിച്ച് നിൽക്കുവാനോ അല്ലെങ്കിൽ VD സതീശനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനോ കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും വരുന്നില്ല. അപ്പോൾ മതേതരത്വ മുഖമല്ലേ കോൺഗ്രസിന് എന്ന് ചോദിക്കേണ്ടി വരും. ഞങ്ങൾക്ക് മതേതരത്വ മുഖമുള്ളത് കൊണ്ടാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് എന്ന് പറയുന്ന വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. അത് VD സതീശൻ പറഞ്ഞതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ആ മതേതരത്വം കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസ് സർക്കാരിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക്, കോൺഗ്രസിന്റെ അണികൾക്കുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കൾക്കുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കൾ ആരും തന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് സതീശനെ ആക്രമിക്കുമ്പോഴും ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ്? സതീശനെങ്ങാനും മുഖ്യമന്ത്രിയായി പോയാലോ എന്ന്
ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, അത് രമേശ് ചെന്നിത്തലയാകട്ടെ, എം ഹസൻ ആകട്ടെ, കെ സുധാകരനാകട്ടെ, ശശി തരൂരാകട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരെല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ കാരണം ഒരുത്തനും ഇവിടെ നേതാവാകണ്ട, ഞാൻ കാരണം ഒരുത്തനും ഇവിടെ മുഖ്യമന്ത്രിയാകണ്ട എന്നുള്ള നിലപാടാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ UDF അൻപേ പരാജയപ്പെട്ടെടുത്ത് നിന്നാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞത്. അത് UDFന്റെ സാധ്യതകളെ കുറച്ചൊന്നുമല്ല വലിയ പന്ഥാവിലേക്ക് എത്തിച്ചത്. പക്ഷേ അവിടെ VD സതീശന്റെ വാദഗതികളോട് യോജിക്കാൻ കഴിയാത്ത KPCC പ്രസിഡന്റ്, KPCC പ്രസിഡന്റോട് യോജിക്കാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവ്, ഇവരോടൊന്നും യോജിക്കാൻ കഴിയാത്ത രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി കുപ്പായം അണിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുപ്പായം തച്ചുവെച്ചിരിക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല എം ഹസൻ, എന്തിന് ശശി തരൂർ അടക്കമുള്ളവർ, അവരുടെയൊക്കെ നിലപാടുകൾ എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടിയെ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല. പകരം സതീശൻ എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷ നേതാവിനെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാളെ നാമാവശേഷമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യം എത്തുന്നത് UDFന്റെ സാധ്യതകളെ മങ്ങിച്ചുകൊണ്ടായിരിക്കും, UDFന്റെ തിരിച്ചുവരവിനെ ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കും, UDF കേരളം ഭരിക്കുമെന്നുള്ള മോഹങ്ങളെ തച്ചു തകർത്തുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് മൂന്നാമതും പിണറായി ഭരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല.